Dear students, welcome to Botany online class. In the previous class, we had discussed about animal breeding, that is outbreeding, then outcrossing, crossbreeding, interspecific hybridization, etc. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് ഔട്ട് ബ്രീഡിങ്, ഔട്ട് ക്രോസിങ്, ക്രോസ് ബ്രീഡിങ്, ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എല്ലാം പറഞ്ഞു അല്ലേ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആൾ ഡിസൈറബിൾ മേറ്റിംഗ്സ് ആർ കൺട്രോൾഡ് മേറ്റിംഗ്സ് ആർ ഡൺ ഇൻ ആനിമൽസ് ബൈ ദിസ് ടെക്നിക്ക്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ദ സെമൻ ഓഫ് ദ സെലക്റ്റഡ് മെയിൽ ഈസ് കളക്റ്റഡ് ആൻഡ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് ഫീമെയിൽ ബൈ ദ ബ്രീഡർ. സുപ്പീരിയർ മെയിലിനെ സെലക്ട് ചെയ്ത് അതിനകത്തുനിന്ന് സെമൻ കളക്ട് ചെയ്യും. സെമൻ കളക്ട് ചെയ്തിട്ട് ഒരു സുപ്പീരിയർ ഫീമെയിൽ, ആ ഫീമെയിലിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ സെമൻ ഇൻജെക്റ്റ് ചെയ്യുന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. The semen may be immediately used for frozen, stored and transported for future use at any place. ഇനി ഈ സെമൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് നശിച്ചു പോവില്ല. നശിച്ചു പോകാത്ത രീതിയിലാണിത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഹെൽപ്സ് ടു ഓവർകം സെവറൽ പ്രോബ്ലംസ് ഓഫ് നോർമൽ മേറ്റിംഗ്. അപ്പോൾ ഈ നോർമൽ മേറ്റിങ്ങിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ എന്ത് സഹായിക്കും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സഹായിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് To improve chances of successful production of hybrids, other means are also used. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കൂടാതെ മറ്റ് ചില ടെക്നിക്കുകളും, അതായത് ഹൈബ്രിഡ് വെറൈറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ചില ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. MOET എന്ന് പറയും. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് MOET? MOETയുടെ ഫുൾ ഫോമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അത് 2-3 മാർക്കിന് അതായിട്ട് ചോദിക്കും. അപ്പോൾ എന്താണ് MOET? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. MOET മീൻസ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇറ്റ് ഈസ് എ മോഡേൺ മീൻസ് ടു ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ഹൈബ്രിഡ് പ്രൊഡക്ഷൻ. In this method, a cow is administered with hormones like FSH to induce follicular maturation and super ovulation, that is, maturation of 6 to 8 eggs per cycle. സാധാരണ രീതിയിൽ ഒരു ഓവുലേഷൻ പീരിയഡിൽ ഒരു എഗ്ഗ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട്, അതായത് MOETക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന കൗവിനെ എന്ത് ചെയ്യുന്നറിയാവോ? ഹോർമോൺ, അതായത് FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ FSH എന്ത് ചെയ്യുന്നറിയാം, ഇതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും, കുത്തിവെച്ച് കൊടുക്കും. അപ്പോൾ ഇത് ഒരു എഗ്ഗിന് പകരം ഒരു ഓവുലേഷൻ ടൈമിൽ പീരിയഡിൽ 6 മുതൽ 8 വരെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് കൗ ഈസ് എയ്തർ മേറ്റഡ് വിത്ത് ആൻ എലൈറ്റ് ബുൾ ഓർ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റഡ്. ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ അറ്റ് 8 to 32 സെൽഡ് സ്റ്റേജ് ആർ റിക്കവേർഡ് ഫ്രം ദ മദർ നോൺ സർജിക്കലി ആൻഡ് ട്രാൻസ്ഫേർഡ് ടു സറോഗേറ്റ് മദേഴ്സ്. ഇനി ഈ 6 മുതൽ 8 വരെ എഗ്സ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നറിയാവോ? ആ കൗവിനെ ഒരു സുപ്പീരിയർ ബുള്ളുമായിട്ടോ ഒന്നുകിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത് നടത്തുകയോ ചെയ്യും. അപ്പോൾ ഈ ഫെർട്ടിലൈസ്ഡ് എഗ്സിനെ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു 8 മുതൽ 32 വരെ സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ ഇതിനെ ഈ മദറിൻ്റെ ബോഡിക്കകത്ത് നിന്ന് സർജറി ഒന്നും കൂടാതെ പുറത്തെടുത്തിട്ട് മറ്റുള്ള ഇതേപോലുള്ള കൗസിൻ്റെ ശരീരത്തിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ബോഡിക്കകത്ത് നിക്ഷേപിച്ചു കൊടുക്കും. The genetic mother is available for another round of super ovulation. This method is successful in cattle, sheep, buffaloes, mares, etc. By this, high milk yielding breeds of females and high quality meat yielding bulls can be bred successfully to increase the herd size in a short time. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഹൈ yielding
വെറൈറ്റി കൗസ്, അതായത് ധാരാളം പാല് ഉൽപ്പാദനശേഷിയുള്ള ഫീമെയിൽസിനെയും അതുപോലെ ബുൾസ് എന്ന് പറയുമ്പോൾ അറിയാലോ കാള, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറച്ചിയാണ്. അപ്പോൾ ധാരാളം സൈസ് വയ്ക്കുന്ന, വലിയ സൈസ് വയ്ക്കുന്ന ബുൾസിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബീ കീപ്പിംഗ് ആണ്. ബീ കീപ്പിംഗ് എന്താണ്? ബീ കീപ്പിംഗ് എപ്പിക്കൾച്ചർ അല്ലേ, തേനീച്ച കൃഷി. എപ്പിക്കൾച്ചർ ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഹൈവ്സ് ആൻഡ് ഹണി ബീസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി. അപ്പോൾ തേനിന് വേണ്ടി തേനീച്ചകളെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ എപ്പിക്കൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോട്ടേജ് ഇൻഡസ്ട്രി, അറിയാമല്ലോ, കുടിൽ വ്യവസായമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. തേനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് തേൻ എന്തിനെല്ലാം കൊള്ളാം തേൻ. ഹണി ഈസ് എ ഫുഡ് ഓഫ് ഹൈ ന്യൂട്രിയൻ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇൻഡിജിനസ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. അതെന്ന് പറയുന്നത് വളരെ ന്യൂട്രിഷണൽ ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് തേൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല മരുന്നുകളിലും ഒരു ഘടകമായിട്ട് തേൻ ചേർക്കാറുണ്ട്. ബീ വാക്സ്, തേനീച്ചക്കൂട് നിർമ്മിക്കുന്ന വാക്സ്, മെഴുക് അല്ലേ. ബീ വാക്സ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക്സ്, പോളിഷസ് എക്സെട്ര. ഇനി ഈ തേനീച്ചക്കൂട് അത് തേൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വാക്സ് ഉണ്ടല്ലോ, അത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ പോളിഷിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. The most important honeybee species popularly reared is Apis indica. ഏറ്റവും കൂടുതലായിട്ട് തേൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇനം തേനീച്ചയാണ് ഏപ്പിസ് ഇൻഡിക. അറിയാലോ, ഈ നിങ്ങൾ കേട്ടാണ് തേനീച്ചകൾ കോളനി ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ആ കോളനിക്കകത്ത് മെയിൽസ്, അതുപോലെ സ്റ്റെറൈൽ ഫീമെയിൽസ്, മെയിൽസിനെ ഡ്രോൺസ് എന്ന് പറയും, അതുപോലെ സ്റ്റെറൈൽ ഫീമെയിൽസിനെ വർക്കേഴ്സ് എന്ന് പറയും, അതുപോലെ ഫെർട്ടൈൽ ഫീമെയിലുണ്ട്, അത് ക്യൂൻ എന്ന് പറയും. അവിടെ ഒരു എന്താ പറയുക, ഒരു വ്യക്തമായ ദർ ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ വിത്തിൻ എ ബീ ഹൈവ് അല്ലേ. തേനീച്ചക്കൂടിനകത്ത് വളരെ വ്യക്തമായ ഒരു എന്താ പറയുക ജോലികൾ ഇങ്ങനെ ഓരോരുത്തർക്കും തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിങ് സക്സസ്ഫുൾ ബീ കീപ്പിംഗ്. ഇനി നമുക്ക് വളരെ വിജയകരമായ രീതിയിൽ ഒരു തേനീച്ച കൃഷി നടത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? നോളജ് ഓഫ് ദ നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ്. നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഇനം തേനീച്ചകളുടെ സ്വഭാവം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഓഫ് ബീ കീപ്പിംഗ്, അതുപോലെ തന്നെ തേനീച്ച വളർത്തുന്നതിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് സ്വാംസ്, അതുപോലെ എന്താണ് സ്വാംസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് ബീസ് എന്നാണ്. മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്. ഇനി ഓരോ സീസൺ മാറി വരുമ്പോൾ പൂക്കൾ ധാരാളം ഉണ്ടാകുന്ന സീസണിൽ തേൻ കൂടുതൽ കിട്ടും, പൂവില്ലാത്ത ഈ സമ്മർ സീസണിലൊക്കെ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ആ സീസൺസ് എല്ലാം നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഹാൻഡ്ലിങ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്. ഇനി ഇത് കൈകാര്യം ചെയ്യാൻ, തേൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എടുക്കുന്ന രീതിയും, അതുപോലെ ഈ മെഴുക് ശേഖരിച്ച് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ഫിഷറീസ്. മത്സ്യകൃഷി. എന്താണ് ഫിഷറീസ് എന്ന് പറഞ്ഞാൽ? അതിന് നമ്മൾ പിസികൾച്ചർ എന്നാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി വിച്ച് ഇൻവോൾവ് ദ ക്യാപ്ചറിംഗ് ഓഫ് ഫിഷസ്, അക്വാട്ടിക് ആനിമൽസ് ആൻഡ് ദെയർ പ്രോസസിംഗ് ആൻഡ് സെല്ലിംഗ്. അതേപോലെ ഇവിടെ മത്സ്യകൃഷി, അതിനെ പിസികൾച്ചർ എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി വിച്ച് ഇൻവോൾവ് ദ ക്യാപ്ചറിംഗ് ഓഫ് ഫിഷസ്, അക്വാട്ടിക് ആനിമൽസ് ആൻഡ് ദെയർ പ്രോസസിംഗ് ആൻഡ് സെല്ലിംഗ്. അക്വാട്ടിക് ആനിമൽസിനെ വളർത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് അതുപോലെ വിപണി കണ്ടെത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്.
Pisciculture is the rearing of fish in isolated water bodies. ഇനി പ്രത്യേക തരത്തിലുള്ള ടാങ്കോ അല്ലെങ്കിൽ കുളങ്ങളോ നിർമ്മിച്ച് അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്നതാണ് പിസിക്കൾച്ചർ. അക്വാകൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് അക്വാട്ടിക് ആനിമൽസ് ലൈക്ക് ഫിഷസ്, ഷെൽ ഫിഷസ് ആൻഡ് ക്രസ്റ്റേഷ്യൻസ് എക്സെട്ര. ഇനി അക്വാകൾച്ചർ എന്ന് പറയും. എന്താണ് അക്വാകൾച്ചർ? ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പിസിക്കൾച്ചർ ആൻഡ് അക്വാകൾച്ചർ? എന്താണ് അക്വാകൾച്ചർ? അതായത് അക്വാട്ടിക് അനിമൽസായ ഷെൽ ഫിഷസ് എന്ന് പറയുമ്പോൾ അറിയാലോ, തോടുള്ള മീനുകൾ, അതുപോലെ ക്രസ്റ്റേഷ്യൻസ്, അതൊക്കെ നിങ്ങൾ സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട് ക്രസ്റ്റേഷ്യൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിനെയെല്ലാം വളർത്തുന്നതാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. സം ഇമ്പോർട്ടൻറ്റ് കോമൺ എഡിബിൾ ഫിഷസ് ആർ, ഇനി നമുക്ക് ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളും ഉണ്ട്, അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്, ഇല്ലേ? 2 തരത്തിലുള്ള മത്സ്യങ്ങളെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? എഡിബിൾ ഫിഷസും ഉണ്ട്, ഓർണമെൻ്റൽ ഫിഷസും ഉണ്ട്. എഡിബിൾ ഫിഷസ് എന്ന് പറയുമ്പോൾ കാട്ല, രോഹു, കോമൺ കാർപ്പ്, അതുപോലെ മറൈൻ ഫിഷസ് ലൈക്ക് ഹിൽസ, സാർഡൈൻ, മാക്കറൽ, പോംഫ്രെറ്റ്സ് എക്സെട്ര. ഇനി ഓർണമെൻ്റൽ ഫിഷസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളി എക്സെട്ര ആർ കാൾഡ് ഓർണമെൻ്റൽസ്. അപ്പോൾ രണ്ടായാലും, ഇപ്പോൾ എഡിബിളായാലും ഓർണമെൻ്റലായാലും നമ്മൾ ശരിയായ രീതിയിൽ നോക്കി നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പിസിക്കൾച്ചർ എന്ന് പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്ലറിഷിംഗ് ഓഫ് ഫിഷറി ഇൻഡസ്ട്രി ആൻഡ് ദ കോൺസിക്വൻറ്റ് റിച്ച്നെസ് ഈസ് കാൾഡ് ബ്ലൂ റെവല്യൂഷൻ. മത്സ്യവും മത്സ്യ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലയെ നമ്മൾ ബ്ലൂ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. നീല വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ധവള വിപ്ലവം, പാലുൽപ്പന്നങ്ങളും. ഹരിത വിപ്ലവം എന്താണ്? സസ്യജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഇവിടെ മത്സ്യ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖല അറിയപ്പെടുന്നത് ബ്ലൂ റെവല്യൂഷൻ എന്നാണ്. അടുത്തത് പ്ലാൻ ബ്രീഡിംഗ് ആണ്. അപ്പോൾ അനിമൽ ബ്രീഡിങ് കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലാൻ ബ്രീഡിംഗ്. ഇൻക്രീസ്ഡ് ഈൽഡ് ആൻഡ് റിച്ച്നെസ് ഡ്യൂ ടു കൾട്ടിവേഷൻ ഓഫ് ഹൈ ഈൽഡിംഗ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് കപ്പിൾഡ് വിത്ത് ബെറ്റർ ഫാം മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഈസ് ഗ്രീൻ റെവല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ബ്ലൂ റെവല്യൂഷൻ പറഞ്ഞു, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കൾട്ടിവേഷൻ ഓഫ് ഹൈ ഈൽഡിംഗ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് of plants with better management practices is called green revolution. Plant breeding is the manipulation of plant species in order to create improved varieties having high yield and disease resistance. ഇപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ വൻതോതിൽ കൃഷി ചെയ്യുന്ന ഇപ്പോൾ നെല്ല്, ഗോതമ്പ്, ഇല്ലേ, അതുപോലെ വെജിറ്റബിൾസ്, പലതരത്തിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് നമ്മൾ കൃഷി ഇറക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്? നല്ല വിളവ് കിട്ടണം, അതുപോലെ രോഗപ്രതിരോധ ശേഷി. അത് തന്നെയാണ് നമ്മൾ ആനിമൽ ബ്രീഡിങ്ങിലും പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതിനെയാണ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് ചോദിച്ചാൽ, plant breeding is the manipulation of plant species in order to create improved varieties having high yield and disease resistance. അതിന് എയിംസ് ആണ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ എയിംസ്. Plant breeding aims at combining or incorporating certain desired traits into crop plant. The traits of priority are increased yield, better quality, tolerance to environmental stress, resistance to pathogens, എക്സെട്ര. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ എയിംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് ഈൽഡ്, അല്ലേ? 2, ബെറ്റർ ക്വാളിറ്റി. ദെൻ ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ സലൈനിറ്റി, എക്സ്ട്രീം ടെമ്പറേച്ചർ, ഡ്രോട്ട്, ഇതൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ്. അതുപോലെ റെസിസ്റ്റൻസ് ടു പാത്തോജൻസ്,
അണുക്കളെ അല്ലെങ്കിൽ കീടാണുക്കളെ എന്താ പറയുക പ്രതിരോധിക്കാനുള്ള ശേഷി, വൈറസ്, ഫംഗസ്, അതുപോലെ ബാക്ടീരിയ, ഇതിനെയൊക്കെ ചെറുക്കാനുള്ള കഴിവ്. ഇത്രയായിരിക്കണം നമുക്കൊരു പ്ലാന്റ്, നമ്മൾ പുതിയൊരു പ്ലാന്റിനെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് The breeding programs carried out worldwide in government institutions and commercial companies. ഇനി ഒരുപാട് എന്താ പറയുക ബ്രീഡിംഗ് പ്രോഗ്രാംസ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അത് കൊമേർഷ്യൽ കമ്പനീസ് അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വീറ്റ് ആൻഡ് മെയ്സ്, അതുപോലെ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഫിലിപ്പീൻസിലാണ്. അതുപോലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഡൽഹി. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറീസ, ഷുഗർ കെയിൻ ബ്രീഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ളത്. പിന്നെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വീറ്റ് ആൻഡ് മെയ്സ് മെക്സിക്കോ, ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പീൻസ്, അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ദ മെയിൻ സ്റ്റെപ്സ് ഇൻ ബ്രീഡിംഗ് എ ന്യൂ ജനറ്റിക് വെറൈറ്റി ഓഫ് എ ക്രോപ്പ്. The main steps in breeding a new genetic variety of a crop. ഒരു പുതിയ ജനറ്റിക് വെറൈറ്റി ക്രോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നാണ്. പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ്. അതിൽ ഒന്നാമത്തത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, 2 ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, 3 ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്റ്റഡ് പേരൻസ്, 4 സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്, 5 ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേർഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പേരൻസ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്, ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേർഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഇങ്ങനെ 5 പോയിൻറ്റ്സ്. ഈ 5 പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. പോയിൻറ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ അതിൽ ഒന്നാമത്തത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. എന്താണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഓരോന്നോരോന്നായിട്ട് പഠിക്കാനുണ്ട്. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. Genetic variability must be available in a species of crop, and for a successful breeding program variation is essential. അതായത് the entire collection of all diverse alleles for all genes in a given crop is called germplasm collection. A good germplasm collection is an essential prerequisite for effective exploitation and natural genes available in the population. അതായത് ജനറ്റിക് വേരിയബിലിറ്റി മസ്റ്റ് ബി അവൈലബിൾ ഇൻ എ സ്പീഷീസ് ഓഫ് ക്രോപ്പ് ആൻഡ് ഫോർ ദ സക്സസ് ഓഫ് ബ്രീഡിംഗ് പ്രോഗ്രാം വേരിയേഷൻ ഈസ് എസെൻഷ്യൽ. ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ജനറ്റിക് വേരിയേഷൻ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കാനുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ജേംപ്ലാസം കളക്ഷൻ. എന്താണ് ജേംപ്ലാസം കളക്ഷൻ എന്ന് പറഞ്ഞാൽ? ദ എൻറ്റയർ കളക്ഷൻ ഓഫ് ആൾ ഡൈവേഴ്സ് അലീൽസ് ഫോർ ആൾ ജീൻസ് ഇൻ എ ഗിവൺ ക്രോപ്പ്. ദ എൻറ്റയർ കളക്ഷൻ ഓഫ് ആൾ ഡൈവേഴ്സ് അലീൽ. അലീൽ എന്താണെന്ന് നിങ്ങൾ സുവോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ടാവും. അലീൽസ് ഫോർ ആൾ ജീൻസ് ഇൻ എ ഗിവൺ ക്രോപ്പ് ഈസ് കാൾഡ് ജേംപ്ലാസം കളക്ഷൻ. ഇനി അതിനകത്ത് തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് എ കളക്ഷൻ ഓഫ് വൈൽഡ് വെറൈറ്റീസ്, കൾട്ടിവേറ്റഡ് വെറൈറ്റീസ്, റിലേറ്റഡ് സ്പീഷീസ് എക്സെട്ര. ഇപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇനങ്ങളാണ്. അത് ഒന്നുകിൽ എന്തായിരിക്കും, വൈൽഡ് വെറൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും.
ഇനി രണ്ടാമത്തത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. എ പ്യുവർ ലൈൻ ഈസ് എ ഹോമോസൈഗസ് ലൈൻ ക്രിയേറ്റഡ് ഫ്രം സിംഗിൾ പേരൻറ്റ് ബൈ സെൽഫ് പോളിനേഷൻ. അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ജേം പ്ലാസം ഇല്ലേ, ഫ്രം ദ ജേം പ്ലാസം ദ പ്ലാന്റ്സ് ടു ബി യൂസ്ഡ് ആസ് പേരൻസ് ഫോർ ഹൈബ്രിഡൈസേഷൻ ആർ ഇവാലുവേറ്റഡ് ആൻഡ് സെലക്റ്റഡ്. അതായത് സെലക്ഷൻ ഓഫ് പേരൻസ്, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ജേം പ്ലാസം പരിശോധിച്ചിട്ട് അതിൽ ഉള്ള പേരൻസിനെ സെലക്ട് ചെയ്യും. ദ പേരൻസ് ആർ ടു ബി മെയ്ഡ് ഹോമോസൈഗസ് ഓർ പ്യുവർ ലൈൻ. അപ്പോൾ പേരൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഹോമോസൈഗസ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ ട്രേറ്റ്സ് ആയിരിക്കണം. എന്താണ് പ്യുവർ ലൈൻ? പ്യുവർ ലൈൻ ഈസ് എ ഹോമോസൈഗസ് ലൈൻ ക്രിയേറ്റഡ് ഫ്രം സിംഗിൾ പേരൻറ്റ് ബൈ സെൽഫ് പോളിനേഷൻ. നമുക്കറിയാം സെൽഫ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹോമോസൈഗസ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ ആയിരിക്കും. പക്ഷേ ക്രോസ് പോളിനേഷൻ വഴി ഉണ്ടാകുന്നതാണെങ്കിലും അതിനകത്ത് വേരിയേഷൻ ഉണ്ടാകും, ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെ അല്ല സെലക്ട് ചെയ്യുന്നത്, പ്യുവർ ലൈൻ വെറൈറ്റീസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്റ്റഡ് പേരൻസ്, മൂന്നാമത്തത്. അപ്പോൾ നമ്മൾ പേരൻസിനെ സെലക്ട് ചെയ്തു, ജേം പ്ലാസം കളക്ട് ചെയ്തു, ആദ്യത്തെ സ്റ്റെപ്പ്. 2 പേരൻസിനെ സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്റ്റഡ് പേരൻസ്. ഈ സെലക്ട് ചെയ്ത പേരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യണം, ഹൈബ്രിഡൈസ് ചെയ്യണം. ഇനി അടുത്തത് എന്താണ്? അതിന് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്പുകൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഡിസൈറബിൾ പ്ലാന്റ് ആൻഡ് പോളിനേറ്റിംഗ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഇമാസ്കുലേറ്റഡ് ഫീമെയിൽ ഫ്ലവർ ഓഫ് അതർ പ്ലാന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ബാഗിങ്, ഇമാസ്കുലേഷനൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട് ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ്. അത് തന്നെയാണ് ഇവിടെ. ദെൻ രണ്ടാമത്തത് ബാഗിങ്. 3 ഫൈനലി ദ ഹൈബ്രിഡ് സീഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സീഡ്സ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഫൈനലി ദ ഹൈബ്രിഡ് സീഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. ആ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയ ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പുതിയ പ്രോജനീസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിനെയാണ് സെലക്ഷൻ ഓഫ് എന്നിട്ട് അതിനകത്തുനിന്ന് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതിനെ സെലക്ട് ചെയ്യും. വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേഷൻ നടത്തി അതിൽ നിന്ന് വീണ്ടും സീഡ്സ് കളക്ട് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? പുതിയ വെറൈറ്റീസ് ഫോം ചെയ്യും. അതിന് എക്സാമ്പിൾ നമ്മുടെ IR8 റൈസ് വെറൈറ്റി അല്ലേ, കേട്ടിട്ടുണ്ട്? IR8 അത് തന്നെ. ഇനി അടുത്തത് ലാസ്റ്റ് പോയിൻ്റ് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേർഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഇനി എന്ത് ചെയ്യുന്നു? ഇത്രയും സെലക്ട് ചെയ്ത് നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള പേരൻസിനെ സെലക്ട് ചെയ്തു, അവയെ ഹൈബ്രിഡൈസേഷൻ നടത്തി, അതിനകത്തുനിന്ന് സീഡ്സ് കളക്ട് ചെയ്തു. ആ സീഡ്സ് വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ നിന്ന് പുതിയ വെറൈറ്റീസ് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതെന്ത് ചെയ്യുന്നത്? ദ ന്യൂലി സെലക്റ്റഡ് ലൈൻസ് ആർ ഇവാലുവേറ്റഡ് ഫോർ ദെയർ ഈൽഡ് ആൻഡ് അതർ യൂസ്ഫുൾ ട്രേറ്റ്സ്. അതിനെ പരീക്ഷിച്ച് നോക്കും. നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റീസ് എല്ലാം അതിനുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് റിലീസ് ചെയ്യുന്നത്, പുതിയ വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ